കഥ കേൾക്കാൻ ഇഷ്ടപ്പെടാത്തവരെ ആരും ഉണ്ടാവില്ല. അതൊരു പുരാണ കഥ കൂടിയായാലോ? അതെ, ഇതിഹാസങ്ങളിലൊന്നായ മഹാഭാരതത്തിലെ ഒരു ചെറിയ ഭാഗമാണ് ഞാനിവിടെ കഥാരൂപത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. ചന്ദ്രവംശത്തിലെ മിടുക്കനായ രാജാവായിരുന്നു പരീക്ഷിത്ത്. അർജുനന്റെ മകനായ അഭിമന്യുവിന്റെയും ഉത്തരയുടെയും മകൻ. പാണ്ഡവരും കൗരവരും തമ്മിലുള്ള കുരുക്ഷേത്ര യുദ്ധം ആരംഭിച്ചപ്പോൾ ഉത്തര ഗർഭിണിയായിരുന്നു. ദ്രോണപുത്രനായ അശ്വത്ഥമാവ് രാത്രിയിൽ പാണ്ഡവരുടെ പാളയത്തിൽ പ്രവേശിച്ച് ധൃഷ്ടദ്യുമ്നനെ വധിച്ചു. പിന്നീട് പാണ്ഡവരെ ഇല്ലാതാക്കാൻ ഏറ്റവും ഉഗ്രനായ ബ്രഹ്മശിരാസ്ത്രം അയച്ചു. അർജുനനും അതേ ശക്തിയുള്ള ബ്രഹ്മശിരാസ്ത്രം തിരിച്ചും പ്രയോഗിച്ചു. രണ്ട് ശക്തമായ അസ്ത്രങ്ങൾ പരസ്പരം എതിർക്കുന്ന കാഴ്ച കണ്ട് എല്ലാ ഋഷിമാരും അമ്പരന്നു. അവരെല്ലാം വ്യാസന്റെ നേതൃത്വത്തിൽ അസ്ത്രങ്ങൾ പിൻവലിക്കാൻ ഇരുവരോടുമായി അഭ്യർത്ഥിച്ചു. എന്നാൽ ആ അഭ്യർത്ഥന വ്യർത്ഥമായെന്നു മാത്രം. അശ്വത്ഥമാവിന്റെ അസ്ത്രം ഉത്തരയുടെ ഗർഭപാത്രത്തിൽ പതിച്ചു. ആ നിമിഷം തന്നെ ഉത്തരയുടെ ഉദരത്തിലുണ്ടായിരുന്ന കുഞ്ഞ് മരണപ്പെട്ടു. ഈ പ്രവൃത്തി കണ്ട് കോപിഷ്ഠനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇപ്രകാരം പറഞ്ഞു: അല്ലയോ അശ്വത്ഥമാ, ഇപ്പോൾ മരിച്ചുപോയ ഈ കുട്ടി പുനർജനിക്കുന്നതാണ്. ഈ ശിശു നിമിത്തം താങ്കൾ പാപി എന്ന് വിളിക്കപ്പെടും. 3000 വർഷം ഭൂമിയിൽ അലഞ്ഞു തിരിയും. ധർമ്മപുത്രർ ഭഗവാൻ കൃഷ്ണന്റെ നേതൃത്വത്തിൽ അശ്വമേധയാഗം നടത്തി. ആ നിമിഷം തന്നെ ഉത്തര ഒരു കുഞ്ഞിന് ജന്മം നൽകി. അതായിരുന്നു പരീക്ഷിത്ത് രാജാവ്. അദ്ദേഹം വളർന്നു മാദ്രാവതി രാജകുമാരിയെ വിവാഹം ചെയ്തു. രാജാവ് വേട്ടയാടുന്നതിൽ അതീവ തൽപരനായിരുന്നു. അദ്ദേഹം ഒരു ദിവസം വേട്ടയാടുന്നതിനിടയിൽ തന്റെ അസ്ത്രമേറ്റ മാനിനെ പിന്തുടർന്ന് ഒരു മുനിയുടെ ആശ്രമത്തിലെത്തി. ആ മുനി ധ്യാനത്തിലായിരുന്നു. അദ്ദേഹം മാനിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ മുനി ഒന്നും മിണ്ടിയില്ല. മുനി മറുപടി തരാത്തത് അഹങ്കാരം കൊണ്ടാണെന്ന് കരുതിയ പരീക്ഷിത്ത് രാജാവ് സമീപത്ത് കിടന്നിരുന്ന ഒരു നാഗത്തിന്റെ മൃതശരീരം എടുത്ത് മുനിയുടെ കഴുത്തിലേക്ക് എറിഞ്ഞു. ധ്യാനത്തിലായിരുന്നതിനാൽ മുനി ഇതൊന്നും മറന്നതേയില്ല. മുനിപുത്രന്റെ സുഹൃത്തുക്കൾ ഇത് കണ്ട് മുനി കഴുത്തിലണിഞ്ഞത് ശിവന് തുല്യമായി എന്ന് പറഞ്ഞ് കളിയാക്കുകയും മുനി കഴുത്തിലണിഞ്ഞിരിക്കുന്നത് മൃതശരീരനായ നാഗത്തെയാണെന്നും അവർ പറഞ്ഞു. തന്റെ സുഹൃത്തുക്കളുടെ കളിയാക്കലിൽ മനംനൊന്ത് മുനിപുത്രൻ കൈവെള്ളയിൽ അല്പം വെള്ളം എടുത്തുകൊണ്ട് പറഞ്ഞു: എന്റെ പിതാവിന്റെ കഴുത്തിൽ ഈ ചത്ത പാമ്പിനെ ഇട്ടവൻ ആരായാലും അവൻ 7 ദിവസത്തിനകം ഉഗ്രനായ തക്ഷകന്റെ കടിയേറ്റ് മരിക്കും. ഈ ശാപവിവരം അറിഞ്ഞ പരീക്ഷിത്ത് രാജാവ് വീണ്ടും ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളെ കുറിച്ച് ആലോചിച്ചു. അദ്ദേഹം വലിയൊരു തൂണിൽ ഒരു കെട്ടിടം പണിത് എല്ലാ മന്ത്രങ്ങളും അറിയാവുന്ന ബ്രാഹ്മണരെയും വിഷവൈദ്യരെയും എല്ലാ സുരക്ഷയ്ക്കും വേണ്ടി കാവൽ നിർത്തി. 7-ാം ദിവസം തക്ഷകൻ ഒരടച്ചിട്ട മുറിയിൽ താമസിക്കുന്ന പരീക്ഷിത്ത് രാജാവിനെ സന്ദർശിക്കാൻ എത്തി. കൊട്ടാരത്തിനകത്തേക്ക് പ്രവേശിക്കാൻ ഒരു വഴിയുമില്ല. തക്ഷകൻ തന്റെ ബന്ധുക്കളെല്ലാം വിളിച്ച് ബ്രാഹ്മണരുടെ രൂപത്തിൽ പലതരം പഴങ്ങൾ രാജാവിന് നൽകാൻ ആവശ്യപ്പെട്ടു. തക്ഷകൻ ഒരു പുഴുവായി അതിൽ മനോഹരമായ ഒരു പഴത്തിൽ പ്രവേശിക്കുകയും രാജാവ് ആ പഴത്തിന്റെ ഭംഗി കണ്ട് അതെടുത്തു വെട്ടി കഴിക്കാൻ നോക്കുമ്പോൾ ചുവന്ന നിറത്തിൽ 2 കണ്ണുകളുള്ള ഒരു പുഴുവിനെ കണ്ടു. രാജാവിനെ ഞെട്ടിച്ചുകൊണ്ട് ആ പുഴു വളർന്ന് തക്ഷകനായി മാറുകയും രാജാവിനെ കടിക്കുകയും ചെയ്തു. തക്ഷകന്റെ കടിയേറ്റ രാജാവ് തൽക്ഷണം മരണം വരിച്ചു. മിടുക്കനും സത്യസന്ധനും സൽസ്വഭാവിയുമായിരുന്ന രാജാവായിരുന്നിട്ടുകൂടി അദ്ദേഹത്തിന്റെ അടുത്ത് പറ്റിയ നൈമിഷികമായ തെറ്റാണ് അദ്ദേഹത്തിന്റെ മരണത്തിനിടയാക്കിയത്. അതുകൊണ്ട് അദ്ദേഹത്തിന് മുനിപുത്രന്റെ ശാപത്തിൽ നിന്നും രക്ഷപ്പെടാനായില്ല. ഇതുപോലെ തന്നെയാണ് നമ്മുടെ കാര്യവും. നാം അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോകുന്ന ദുഷ്പ്രവൃത്തികളുടെ ഫലം ദയനീയമായിരിക്കും. എന്റെ കഥ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. നന്ദി.